ഗായ്സ് ഇപ്പോൾ സമയം 2:15 2:30 ഷാലു എറണാകുളം എത്താമെന്ന് പറഞ്ഞതാണ്. കാരണം ഞാനും ഇന്ന് ഷാലുവും കൂടി പിന്നെ നമ്മളെ പയ്യന്നൂരിലുള്ള കവായി ഐലാൻഡിലേക്ക് പോകാമെന്ന് നമ്മളെല്ലാവരും കൂടി പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഓരോരാൾക്ക് ഓരോരോ ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാവരും ഒഴിവായി. ലാസ്റ്റ് ഞാനും ഷാലുവും കൂടി മാത്രമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ തീരുമാനിച്ചല്ലേ, നമുക്ക് എന്തായാലും പോയി ഒന്ന് അടിച്ച് പൊളിച്ചിട്ടല്ലേ വരാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ അവഞ്ചർ ഇവിടെ വെയിറ്റിംഗ് ആണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. നമ്മളെ ചെടിൻ്റെ എല്ലാം ഷീറ്റ് അയക്കാൻ തുടങ്ങി. എല്ലാം ഇങ്ങനെ ഉണക്കി പിന്നെ മടക്കി വെക്കണം. ഒന്ന് മടക്കി വെക്കാൻ ഇങ്ങനെ സമയം കിട്ടിയിട്ടില്ല. ഇതാ ഞാൻ തന്നെയാണ് ഇന്നും ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. ഷാലു എത്തിയില്ല. എനിക്ക് തോന്നുന്നു പുതിയ ബ്ലോക്കിലാണ് മറ്റും പോയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് പിന്നെ ഇടുന്ന ആകെ അത്രയല്ലോ, ആകെ ഒരു 5 മിനിറ്റേ ഉള്ളൂ അവിടെ ഇവിടത്തേക്ക്. അപ്പോൾ വരുവേക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, റണ്ണിങ്ങിലായിരിക്കും. ബ്ലോക്കിൽ പെട്ടല്ലേ എനിക്ക് തോന്നി. പുതിയൊരു മറ്റേ പാലത്തിൻ്റെ അടുത്ത് രണ്ടും പെട്ടാ. ഓക്കെ പോവാം. നമ്മളെ ഷെമിന്റെ അൻഡോർക്കിടെ വെച്ചിട്ട് ഷെമി എൻ്റെ കൂടെ കയറി ഒരു ഹായ് പറ ഷെമി. എവിടാ ആകെ ടയർഡായല്ലേ? ഞാനൊക്കെ ടൗണിൽ വരുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? രസമാണ്, പക്ഷേ പിന്നെ ഇതാണ് മടുക്കൂ. അല്ലാണ്ട് ഒരു മുഷിപ്പോലെ വെയിലും കൂടി ആവുന്നോണ്ടാണ്. ഗൈസ് അങ്ങനെ നമ്മളിതൊക്കെ കവായിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് പാർക്കെല്ലാം ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരു പാർക്കുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കൂടെ വന്ന് ഷെമി സെഡിൻ്റെ ഇടാ. ഇതിനിപ്പോൾ ഉണ്ടല്ലേ ഏകദേശം രണ്ട് മാസത്തിന് ശേഷം ഉണ്ടല്ലേ, 2 മാസത്തിന് ശേഷം. 1 മാസം ഇവള് ദുബായി പോയിട്ടിരുന്ന് ഇപ്പം വന്നിട്ട് എന്താ പറയുക 1 മാസം ആയിട്ടുള്ളൂ. പക്ഷെ ഈ 1 മാസത്തിൻ്റെ ഇടയിൽ ഞാനും ഫുൾ ട്രിപ്പ് അടി, ഇവളും ഫുൾ ട്രിപ്പ് അടി. അങ്ങനെ ആയതുകൊണ്ടെന്ന് വെച്ചാൽ കണ്ടുമുട്ടാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിന്ന് ഫൈനലായിട്ട് ഇന്ന് പോകാന്നൊക്കെ പുറത്ത് നിന്നത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ ദീപിച്ച് അതുപോലെ തന്നെ ഷെയ്ദി എല്ലാം തന്നെ മല്ലികയെല്ലാം. പക്ഷെ അവർക്കെല്ലാം ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാൻ പറ്റാണ്ടായി. ലാസ്റ്റ് നമ്മൾ മാത്രമായി. എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തിട്ട് പോകുള്ളൂ അല്ലേ? പിന്നല്ലാണ്ട് ഇവിടെ പിന്നെ വേറെന്തൊക്കെ ഉണ്ട്? എന്താടാ നമ്മളോട് പറഞ്ഞവര് വന്നത്? ജെസ്കി പിന്നെ ബനാന പിന്നെ അങ്ങനെ എന്തൊക്കെയോ റൈഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളാവുന്ന എടുക്കുന്നതിന് നമ്മൾ കയാക്കിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആകടാ ഇവിടെ വരുന്നവർ ഇവള് അത് കിട്ടിയവിടെ പറഞ്ഞവര് പിന്നെ നമ്മൾ വന്നവിടെ നോട്ടീസ് കൊടുത്തതിന്. അപ്പൊ ഇവള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടാന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ടിരിക്കുമ്പോഴേക്കും ഇവർക്ക് ആഗ്രഹം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും കയാക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്നാണ് ജെസ്കിയിൽ കയറാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഇട്ട് കൂത്തിയിട്ട് എന്നെ വെള്ളത്തിൽ ചാടിക്കോടാ. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒന്നാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കയാക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ചെറിയൊരു പേടിയിലായിരിക്കുന്നത്. ജെസ്കിങ് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്ന് നോക്കട്ടെ എന്താവും നോക്കാം. ആദ്യം കയാക്കിങ് ചെയ്യട്ടെ. നമ്മൾ കയാക്കിങ്ങിന് ഏൽപ്പിച്ച ഒരു ജിതിൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അയാൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇവിടുന്ന് ഒരു സ്പീഡ് ബോട്ട് എടുത്തിട്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട്. അതായത് ഇതിൽ തന്നെ ഫുൾ ചുറ്റോടുള്ളത് തന്നെയാണ് ഐലാൻഡും പിന്നെ അതുപോലെ തന്നെ ബീച്ചും. അപ്പോൾ ബീച്ചിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്പീഡ് ബോട്ടിൽ പോകണം. അപ്പം ഇവിടുന്ന് ഞങ്ങൾ സ്പീഡ് ബോട്ട് കയറി ബീച്ച് കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ കയാക്കിങ്ങിന് ടൈം ആവും. 8 ആള് കയറേണ്ട അടുത്താണ് നമ്മൾ 2 ആള് കയറുന്നത്. പിന്നെ ഇതിന് റേറ്റ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് 250 വരും, 2 ആളായോണ്ട് 500. ശരിക്കും പേടിയാക്കുന്നുണ്ട്. ജാക്കറ്റ് വരെ ഇട്ടില്ല. ഈ ആട്ടിന്റെ ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. എന്താവുന്നൊന്നും അറിയില്ലേ. നല്ല ആഴുണ്ട് തോന്നല്ലേ? 10 ആളായ അയ്യോ നീന്താറിയില്ലാന്ന് പറയുന്നത് കണ്ടിട്ടത് കാര്യമില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു ഹോട്ടലാണ്. അപ്പം ഇതാ ഇവിടുന്ന് ഞാൻ ആദ്യം ഒരു ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പണിയെടുക്കാൻ വിചാരിച്ച്. ഒരു ചായയിലും കുടിച്ച് ബീച്ചിലെല്ലാം കറങ്ങിയിട്ട് പോകാൻ വിചാരിച്ചായിരുന്നു. നോക്കുമ്പോഴേക്ക് ഇപ്പം അവർ അവിടുന്ന് വിളിക്കുന്നുണ്ട്, കയാക്കിൻ്റെ ടൈമായി, ആൾ വന്നിട്ടുണ്ട്, വേഗം വാന്നും പറഞ്ഞിട്ട്. അപ്പം ബീച്ച് ക്യാൻസലാക്കി. ബീച്ച് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ല, അതുകൊണ്ട് ബീച്ച് ക്യാൻസലാക്കി നമ്മൾ ആദ്യം തിരിച്ചു പോവാന്ന്.
അപ്പൊ ഫോട്ടോ എടുക്കണ്ടേ? ഇനി അടുത്തത് കയാക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ബാംഗ്ലൂർസിൽ പോയിട്ട് കോക്കനട്ട് ഐലാൻഡിൽ പോകും. അവിടെയൊക്കെ നല്ല വെയിലാണ്. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് വെയിൽ കുറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ശരിക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിയണം. പക്ഷെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് ഇവർ പറയുന്നത്, വീഡിയോസൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതുകൊണ്ട് നമ്മൾ ഏതായാലും പോകാൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഷെമി ഇതാ ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ട്. ഇങ്ങനെയാണോ? ഞാനിരണാവും ഇവിടെ. നമ്മൾ രണ്ടാളും എന്താ പറയാ യുദ്ധത്തിന് തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടിനും നീന്തറിയില്ല കേട്ടോ. ആരോടും പറയണ്ട. നല്ല പേടിയുണ്ട്. ഇവള് കയാക്കിങ് ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ്. നല്ല പേടിയുണ്ട് അല്ലേ? നീ എവിടെ ചെയ്തേ? ഞാൻ മുഴപ്പിലം കടന്നു. എങ്ങനെയുണ്ടായിരുന്നു? മുങ്ങിട്ടുണ്ടായിരുന്നു. അതിനൊരു തീരുമാനമായി. മറിഞ്ഞു വീണാ? ഞാനെന്താവും അറിയില്ല. ഇതാണ് കേട്ടാ നമ്മള് പോവാൻ പോകുന്ന കയാക്കട്ടാ. ഷൂസ് എല്ലാം അയച്ചോട്ടാ. അതുകൊണ്ട് ഇതാ ഞാൻ സാധാ ഷൂട്ടിറ്റാ വന്നു. അപ്പൊ എന്തായാലും നമ്മൾ രണ്ടാളായിട്ട് ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് അത് ആ ചേട്ടനും കൂടെ കൂട്ടെ. ചേട്ടന്റെ പേരെന്താ? ജിതിൻ. ഓക്കെ. നീ ഹുഡിലിട്ട് ഇറങ്ങിയടാ. ഞാനിപ്പോ കരിക്കട്ടിയാവോ? അല്ലെങ്കിലേ അർത്ഥതാണ്. ഓക്കെ. ഫസ്റ്റ് നമുക്ക് ഈ ചേട്ടനെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ കയാക്കിങ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞോ. ലെഫ്റ്റ് സൈഡ് തുഴയാ? ഓപ്പോസിറ്റ്? ഓക്കെ. ലെഫ്റ്റ് സൈഡ് പോണെങ്കിൽ റൈറ്റ് സൈഡ് തുഴയും. ഓക്കെ. അപ്പൊ രണ്ടാളും ഒരേ സമയത്ത് ഒരേ സൈഡ് തുഴഞ്ഞാല് റൈറ്റ് ലെഫ്റ്റ് ഒരുപോലെ തുഴഞ്ഞാല് സ്പീഡിൽ നേരെ പോകും. പെട്ടെന്ന് ടേൺ ചെയ്യണമെങ്കിൽ ഏത് സൈഡിലേക്കാണ് ടേൺ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് തുഴഞ്ഞാൽ ബെറ്റർ. ഫ്രണ്ട് തുഴയുന്ന നോക്കിയിട്ട് അതേ സൈഡിൽ ബാക്ക് താളും തുഴഞ്ഞാൽ ഒരുമിച്ച് ഒരേ സൈഡിൽ ഒരുമിച്ച്. അപ്പൊ ഞാൻ ബാക്കിൽ ഇരിക്കലായിരിക്കും ബെറ്റർ. ആരായിരിക്കും? ഓക്കെ. എന്തായാലും നമുക്ക് ആ ടാസ്ക് ഏറ്റെടുക്കാം അല്ലേ ഷെമി? നോക്കാം എന്താവും നോക്കാലോ. ഗായ്സ് നല്ല ഒന്നൊന്നര പേടിയിലാ ഉള്ളത് കേട്ടാ. ഷെമി നോക്കിയാട്ടെ തീരെ ചെയ്യാത്ത എനിക്കൊരു പേടിയില്ല. പേടി മുഴുവൻ നമ്മളെ ഷെമീസിനാണ്. ഞാൻ പിന്നെ സ്വിമ്മിങ്ങിൽ ഫസ്റ്റ് ആണല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് വല്ല പേടിയൊന്നുമില്ല. സംഭവം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാനായിരിക്കും വീണ്ടും വരും. എനിക്ക് ആകെ പേടിയുണ്ട് ഈ ഒരു മൊബൈൽ എന്താ പറയാ മൊബൈൽ വീണ് പോകുമോ എന്നുള്ളൊരു പേടിയുള്ളൂ. പിന്നെ ജിതിൻ പറഞ്ഞു വെച്ചാൽ പേടിക്കേ വേണ്ട, ധൈര്യപൂർവ്വം വന്നോന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ പോകുന്നത്. നോക്കാം ഏതായാലും. ഗായ്സ് ഇത് നോക്കൂ ഗായ്സ്, നമ്മളെവിടെ എത്തിയത് നോക്കൂ. എന്തു ഭംഗി, എന്തു ഭംഗി നിന്നെ കാണാൻ. അങ്ങനെ കയാക്കിങ് അറിയാത്ത നമ്മൾ കയാക്കിയത് ഇതാ മാംഗ്രൂവ്സിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ഗായ്സ് നമ്മളിവിടെ മാംഗ്രൂവിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കയാക്ക് ഇവിടെ സൈഡാക്കി ഇനിയിപ്പോൾ ഇറങ്ങി നടക്കാനുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അതായത് നമ്മളെ കാല് ജസ്റ്റ് വെക്കുന്ന ആ ഒരു പിന്നെ മടമ്പിൻ്റെ ആ ഒരു ഇതില്ല മുകളിൽ അത്ര വരെ മാത്രമേ ഉള്ളൂ വെള്ളം. നല്ല അടിപൊളി സ്ഥലം. ഇങ്ങനെ ഇറങ്ങി നടന്ന് ഫോട്ടോസ് എല്ലാം എടുക്കാം. സൂപ്പർ സംഭവമാണ്. ഇവിടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഇതൊരു വേറെ തന്നെ മാംഗ്രൂവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളവിടെയുള്ള മാംഗ്രൂവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഇലയാണ്. പക്ഷെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പുള്ള ഇലയാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഭംഗിയാണ്. ഒരു വേറെ തന്നെ ഒരു ഭംഗിയാണ്. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന് എനിക്കത് പറയാൻ കഴിയില്ല. നല്ലൊരു കുറ്റിച്ചെടിയൊക്കെ നിൽക്കുന്നില്ല അതുപോലെയുള്ളത് നല്ല അടിപൊളി സംഭവമാണ്. എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. എനിക്ക് ഷെമിക്ക് നല്ലോണം ഇഷ്ടമായി. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടി വരാനുള്ള പ്ലാനാണ് അല്ലേ ഷെമി? ഹൈലി റെക്കമെൻഡഡ് പ്ലേസ്. അത് പറഞ്ഞപ്പോൾ നമ്മളിവിടെ നടക്കുമ്പോൾ നല്ല ചളിയൊന്നുമില്ല കേട്ടോ. ശരിക്കും മണ്ണാണ്. ഞാൻ ആദ്യം ഇറങ്ങുമ്പോൾ വിചാരിച്ച് ചളിയായിരിക്കും ഇറങ്ങി നടക്കാൻ വിഷമായിരിക്കുന്നതാണ്. പക്ഷെ ചളിയൊന്നുമില്ല. നമുക്ക് ഇറങ്ങി നല്ല സുഖകരമായിട്ട് നടക്കാം. ഒരു സ്ഥലത്ത് ചളിയുണ്ട് പറയും ഷെമി. അതാ അവിടുന്ന് ഡാൻസ് കളിക്കുന്നത്. അവിടെ എന്താ ഉള്ളേ? വരണോ? അങ്ങോട്ട് വരണോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നല്ല പിക്ചേഴ്സ് എല്ലാം കിട്ടി. അടിപൊളിയായിരുന്നു. നമ്മൾ എന്താ പറയുക ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ള നല്ല അടിപൊളി സംഭവമാണ്. അങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ കോക്കനട്ട് ഐലാൻഡിലാണ് അടുത്ത് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകും. എന്നിട്ട് ഇതാ ഇവളെ ഇടുന്ന് പറയുന്നുണ്ട് ജസ്കി കയറണം എന്ന്. എന്താകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് മക്കളെ. ഇവിടെ എന്നെ നിലത്തിടുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ? എന്തായാലും ഇവിടെ എത്തിയല്ലേ ഫുൾ അടിച്ചു പൊളിക്കാൻ പറ്റും. അടിപൊളിയാ. അങ്ങനെ വലിച്ചോ?
ലാസ്റ്റ് ഞാൻ വീഴും. ഇവിടെ ഒരു കൊക്കനറ്റ് ഐലൻഡും കൂടി ഉണ്ട് കേട്ടോ. അതിൽ മൊത്തത്തിൽ തെങ്ങാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഇവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പെല്ലാം അവിടെ പിന്നെ ഇത് ഈ മാംഗ്രൂവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊക്കനറ്റ് ഐലൻഡിലും കൂടി പോക്കുണ്ട്. പക്ഷെ ഇപ്പൊ അവരവിടെ ക്യാമ്പ് മാത്രമാണ്, അവിടെ ടെന്റ് അടിച്ചിട്ട് താമസിക്കാം. പിന്നെ അതുപോലെ തന്നെ ഷീ ക്യാമ്പിങ്ങും ഉണ്ട്. അതായത് നമ്മളെ ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത പരിപാടി ആയിരിക്കും അല്ലേ ഷമി? നമ്മളിപ്പോ നമ്മൾ പോയിട്ട് നമ്മളെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിട്ട് മിക്കവാറും എല്ലാത്തിനെയും കൂട്ടിയിട്ട് ഒരു ദിവസം നിൽക്കാൻ വേണ്ടി തന്നെ വരാനുള്ള ചാൻസ് ആണ്. എന്തായാലും നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. ഇറങ്ങേണ്ട സ്ഥലം എത്തി. അത് അവിടെയാണ് ഇറങ്ങേണ്ടത്. ആ കുട്ടികളെ അത് കണ്ടില്ലേ, കുറെ ലൈഫ് ജാക്കറ്റ് അത് കഴിഞ്ഞപ്പോ സൈഡ് ആയിക്കോ. അടിപൊളിയാന്നല്ലേ? എന്തുണ്ട് ഷെമി നിന്റെ എക്സ്പീരിയൻസ്? അടിപൊളിയായില്ലേ? അടിപൊളി ഡ്രൈവറാ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഷാലു എന്ത് പറ? ഞാൻ ശരിക്കും പഠിച്ചിട്ട് കേട്ടോ, ലാസ്റ്റ് സമയത്ത് നല്ല പേടി പഠിച്ചിട്ട്. പക്ഷെ നല്ല അടിപൊളി ഡ്രൈവറാണ് കേട്ടോ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്. അതുകൊണ്ട് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാരും ഇവിടെ വരാം കേട്ടോ. ഇവിടെ അടുത്തുള്ളവരൊന്നും പ്രത്യേകിച്ച് പറയണ്ട, നേരെ വന്നോളൂ, ഇവിടെ ആസ്വദിക്കാൻ മാത്രമുണ്ട്. പിന്നെ ഇവിടെ കുറെ എന്താ പറയാ, നമ്മളെപ്പോ ബോട്ട് എന്നല്ലേ പറഞ്ഞത്, പക്ഷെ അതൊന്നല്ല. ഇവിടെ ഉള്ള എന്തൊക്കെ പേര് പറഞ്ഞത് നിങ്ങൾ പറയുന്നുണ്ടോ? ഇത് എന്റെ അയൽവാസിയാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ മുമ്പിൽ വരാൻ വേണ്ടി ഭയങ്കര ഒരു മടി പോലെ. അപ്പൊ അവർ പറഞ്ഞത് എന്തൊക്കെയാണുള്ളത് ഒന്ന് പറഞ്ഞ. ഒന്ന് ബനാന ഉണ്ട്, എല്ലാം അഡ്വഞ്ചർ ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആസ്വദിച്ച് സൂപ്പർ ആയിട്ട് പോവാം. പിന്നെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണ്. അതുകൊണ്ട് ഒന്നും പറയാം. ലൈസൻസ് ഒക്കെ ഉണ്ട്, ഗോവ ലൈസൻസ് ഒക്കെ. ഗോവ പിള്ളേരാണല്ലോ അതിൽ. ഓക്കെ, എന്തായാലും അടിപൊളിയായ. പിന്നെ ഇപ്പൊ സന്ധ്യ ആയി. ഏതായാലും നമ്മൾ ഇനി ഇവിടുന്ന് ലീവ് ചെയ്യാന്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാരും വരാൻ പറ്റുന്നവർ മുഴുവൻ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാ, അത്രേ പറയാനുള്ളൂ. എന്തായാലും നല്ല അടിപൊളിയായി അല്ലേ ശരി? ഒന്നും പറയണ്ട. ജസ്റ്റ് ആണ് പൊള്ളി കേട്ടോ. പിന്നെ ബനാനയിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. കയറി കഴിഞ്ഞാലേ പറയാൻ കഴിയും. അതിൽ പിന്നെ കൂടുതൽ ആൾക്കാർ വേണം. അത് പിന്നെ നമ്മൾ ഈ രണ്ടാൾ മാത്രം വന്നിട്ട് കാര്യമില്ല. നമ്മളെല്ലാം എന്താ പറയുക ഗ്യാങ് ആയിട്ട് വരികയാണെങ്കിൽ ബനാനയിലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാം, ആരെങ്കിലും വരുമോ നോക്കട്ടെ. അങ്ങനെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷർഫെല്ലാം കാണുമ്പോൾ എന്തായാലും പറയൂ നമുക്ക് പോകാമെന്ന്. നോക്കാം, അങ്ങനെ വരുന്നുണ്ട് ബനാനയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കരുതുന്ന. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ
ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.